സ്റ്റോറി പീരീഡിൽ ആരാ സ്റ്റോറി പറയുന്നേ? രണ്ടാളും സ്റ്റോറിയും കൊണ്ട് റെഡിയാന്നേ. അപ്പൊ ആദ്യം ആരാ പറയാ? ആദ്യം കൈവക്കിയാള്. ഓക്കെ, ഇഷാനി പറയും. പറഞ്ഞോ, അൻവിത കുട്ടി അത് കഴിയുമ്പോൾ പറയും. ഒരു ദിവസം അന്നേരക്കണ്ണൻ അന്വേഷിക്കാൻ പോയി. അപ്പോഴാരാ വരുന്നേ? നമ്മുടെ എലി വിചാരിച്ചു പോയ കപ്പത്തിന് ഉള്ളിൽ വെള്ളം തിന്നാനുണ്ട്. എന്നിട്ട് ഉള്ളിക്കറി അവിടെ കശുവണ്ടി ഉണ്ടായിരുന്നു. അത് എലി തിന്നു കൊടുത്തിട്ട് പോയി. എന്നിട്ട് അന്നാരക്കണ്ണൻ വീട്ടിൽ വന്നപ്പോൾ കശുവണ്ടി കാണുന്നില്ല. അന്നാരക്കണ്ണന് സങ്കടായി പോയി. അന്നാരക്കണ്ണൻ വിഷമിച്ചിരിക്കുമ്പോ തത്തമ്മ വരുന്നു. അന്നാരക്കണ്ണൻ തത്തമ്മയോട് ചോദിച്ചു, തത്തമ്മ അന്നാരക്കണ്ണനോട് ചോദിച്ചു, എന്താ വിഷമിച്ചിരിക്കുന്ന സുഹൃത്തെന്ന്. അപ്പൊ അന്നാരക്കണ്ണൻ പറഞ്ഞു, എന്റെ കശുവണ്ടി ആരോ മോഷ്ടിച്ചു തിന്നു. അപ്പം തത്ത പറഞ്ഞു, ഞാൻ സഹായിക്കാമെന്ന്. എന്നിട്ട് അന്നാരക്കണ്ണൻ കശുവണ്ടി തേടാൻ പോയപ്പോ എലി തത്തമ്മ ഇലയുടെ പിന്നിൽ ഒളിച്ചു നിന്നു. എന്നിട്ട് എലി വന്നപ്പോ കുറെ നേരം എലി വന്നപ്പോ തത്ത പറഞ്ഞു, ഇവനാണല്ലേ കട്ട് തിന്നാന്ന്. ഉള്ളിൽ കയറിയപ്പോ എലി കടിച്ചു ഓടിച്ചു. അപ്പം പറഞ്ഞു, കള്ളാണ്. ഓക്കേ, യെസ്, ഓക്കെ. ഓക്കെ, അൻവിര കുട്ടി നെക്സ്റ്റ്. ഗ്രാമത്തിൽ ഒരു പൂച്ചയും കാക്കയും ഒരു മാനും മങ്കിയും പ്രാവും പോത്തും കുറുക്കനും ഒരു ആമയും കരടിയും ഡോഫിനും. അപ്പോൾ അവരെല്ലാം ചങ്ങാതിയായിരുന്നു. ചങ്ങാതിയായപ്പോൾ ഒരു മരത്തിൽ ഒരു ഏച്ചിയും വരുന്നുണ്ടായിരുന്നു, ഓട്ടനും വരുന്നു. അപ്പോൾ തത്തിയും പൂച്ചയും ഒരു മോട്ടുന്റെ വീട്ടിൽ പോയി. മോട്ടുന്റെ വീട്ടിൽ പോകുമ്പോൾ അപ്പൊ തന്നെ ഒരു പാമ്പ് കണ്ടു. അതാണ് എന്റെ ഫ്രണ്ട്സൊക്കെ പോയത് പറഞ്ഞു. അപ്പോൾ ആ വീട് പറഞ്ഞു, എന്തിനാ കരിയുന്നേ?
മാനെ വിഷമിച്ചിട്ട് ഒരു മങ്കി വന്നിട്ട് ചോദിച്ചു, മാനെ എന്തിനാ കരയുന്നേ? ഞാനില്ല നിന്നപ്പം കൂടാൻ. ഇനി അവരോട് കളിക്കുന്നുണ്ടണ്ട, നമുക്ക് അച്ഛനോട് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു. എന്നിട്ട് ആ ചങ്ങാതി ഒരു തട്ട വെള്ളം കുടിച്ചിട്ട് അമ്മ പറഞ്ഞു, നീ എന്തിനാ തണുത്ത ഫ്രിഡ്ജ് തുറന്നിട്ട്? അമ്മ ഇത് അതിന്റെ മേലെ ഐസ്ക്രീം ഉണ്ട്, നമുക്കൊന്ന് തിന്നോക്കിയാലോ? അമ്മ പറഞ്ഞു, മോനെ തിന്നണ്ട, കുറച്ചേരം തിന്ന് അതിന്റെ ചൂടെല്ലാം പോവട്ടെ പറഞ്ഞു. അപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞു, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞി അമ്മ ഉണ്ടാകുമ്പോൾ ഒരു പാർച്ചാന്ന് പോയി, ചങ്ങ ദൂരേക്ക് പോയി സൈക്കിൾ ഓടിക്കാൻ. അപ്പോൾ ആ കുഞ്ഞി മെല്ലെ ഒരു കുഞ്ഞി പറന്നു പോയി. അപ്പോൾ പാമ്പ് കണ്ടു. എന്താണ് പ്രാവേ, നീ എന്താ വീട്ടിൽ പോയിക്കോ, നമ്മളെ വീട്ടിൽ നിക്കണ്ട പറയുന്നു. അപ്പോൾ ആ കുഞ്ഞിക്ക് അമ്മയോട് പറഞ്ഞു, അമ്മേ ആ പാമ്പില്ലേ നമ്മളെ എന്നെ ചീത്ത പറഞ്ഞിനി പ്രാവേ, അമ്മേ പറഞ്ഞു. അപ്പോൾ ആ കാറിന്റെ കാക്ക ആ എലീന തിന്നു. ആ എലീന തിന്നിട്ട് ആ പെൻസിൽ കൊണ്ട് വായിൽ തിന്നു. ഇതും തിന്നു, ഐസും തിന്നു. എനിക്ക് ആ തിന്നിട്ട് വേറെ ഒരു കട പറയും, ഞാൻ പറയും. അപ്പോൾ ഓണം ക്ലാസ് കടന്നിട്ടും അമ്മ നല്ല അടി കൊടുത്തിട്ട് മാമനോട് പറഞ്ഞു, മാമ എന്നെ അമ്മ തല്ലി പറഞ്ഞു. അപ്പോൾ ആ ചെറിയ കുഞ്ഞമ്മ മാമ എവിടെയോ സ്ഥലത്ത് കുത്തി. അപ്പോൾ വെള്ള കുഞ്ഞാന്ന് കുത്തിട്ട ആ ഒരു ഒരു ചെറിയ കുഞ്ഞാകുമ്പോൾ ഒരു വലിയൊരു ഗ്രാമത്തിൽ ഒരു തവളയും പൂച്ചയും ഉണ്ടായിരുന്നു. ആ ദിവസം അത് ഉറങ്ങിപ്പോയി. എനിക്ക് അമ്മ കണ്ടു, നീ ഡോക്ടറെ അത് തരുവാ. അത് കണ്ടു. എവിടെയാ പോകുന്ന സ്റ്റോറി പറഞ്ഞു പറഞ്ഞ് അൻവിതക്കുട്ടി ക്ലാസ്സിൽ കയറാത്ത കാര്യമല്ലേ പറഞ്ഞ്? ഇതെന്ത് ഷാനി? വാച്ചോ? Yes, next is your turn, Baba. അതുണ്ടാവും അടി അമ്മ അതിന്റെ അടിയിലുണ്ടോ? ഓക്കെ, ലുബാബ കുട്ടി സ്റ്റോറി പറയുന്നുണ്ടോ? ലുബാബ കുട്ടി പണ്ട് പണ്ടേ ഒരു കാക്ക ഉണ്ടായിരുന്നു. ആ കാക്കക്ക് ഇതായിക്കുന്നുണ്ടായിരുന്നു. അപ്പം പറന്ന് പിന്നെ പറന്ന് ഒരു വീട് കാണുന്നുണ്ടായിരുന്നു. ആടെ ഒരു കുളം ഉണ്ടായിരുന്നു, കുടങ്ങുണ്ടായിരുന്നു.
അതില് വെള്ളം ഉണ്ട് കാക്ക വിചാരിച്ചു. അപ്പൊ അതില് നോക്കുമ്പോ ഉണ്ട് വെള്ളം. എനിക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പം കാക്കക്കൊരു ബുദ്ധി തോന്നി. കാക്ക വിചാരിച്ചു ഇതില് കല്ലിട്ടാ പൊന്തി പൊന്തി വരൂലേന്ന്. അപ്പം കാക്ക കൊത്തി കൊത്തി കല്ലെല്ലാം എടുത്തു. എന്നിട്ട് ഇതാ വെള്ളം പൊങ്ങി പൊങ്ങി വരൂ. എനിക്ക് വെള്ളം എത്തുന്നില്ല. എനിക്ക് വേറെ പക്ഷികൾക്ക് കാക്ക വെള്ളം കൊടുത്തു. എനിക്ക് കാക്ക ദാഹം മാറി വെള്ളം കുടിച്ചു. അത്രേ ഇല്ല മിസ്സേ. ഗുഡ്. ഓക്കെ, മിസ് സ്റ്റോറി പറഞ്ഞുതരാവേ. പണ്ടുണ്ടല്ലോ ഒരു കാട്ടില് 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരാരൊക്കെയായിരുന്നു അറിയോ? ഒരു കാക്ക, ഒരു മാൻ, ഒരാമ, ഒരെലി. 4 പേര്. ആരൊക്കെ? ഒരു കാക്ക ഉണ്ടായിരുന്നു, ഒരു മാൻ ഉണ്ടായിരുന്നു, ഒരു എലി ഉണ്ടായിരുന്നു, ഒരാമ ഉണ്ടായിരുന്നു. അവർ 4 പേരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കായിരുന്നു. അവരെല്ലാ ദിവസം വൈകുന്നേരം ഒന്നിച്ചു കൂടി കുറേ നേരം സ്റ്റോറിയെല്ലാം കഥയെല്ലാം പറഞ്ഞ് അല്ലേ, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുമായിരുന്നു. ഒരു ദിവസം അവരെല്ലാവരും കൂടെ വന്നപ്പോൾ മാനിനെ മാത്രം അവർ കണ്ടില്ല. അവർ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടും മാൻ വന്നില്ല. അപ്പോൾ കാക്ക പറഞ്ഞു, ഞാൻ ഏതായാലും പറന്നു പോയി ഒന്ന് നോക്കിയിട്ട് വരാം, നമ്മുടെ മാനിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് കാക്ക ഇങ്ങനെ പൊങ്ങി പറന്നു പോയി നോക്കിയപ്പോൾ നമ്മുടെ മാൻ ഒരു വേടൻ്റെ വലയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന കണ്ടു. അപ്പോൾ കാക്ക വേഗം തിരിച്ച് ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മാനിനെ ഒരു വേടൻ വലയ്ക്കകത്ത് കുടുക്കിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് പോയി രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്നിട്ടോ അവർ വേഗം പോയി. എലി വേഗം പോയിട്ട് ആ വലയെല്ലാം കീറി മുറിച്ച് മാനിനെ രക്ഷപ്പെടുത്തി. എന്നിട്ട് ഇവര് അപ്പോഴേക്കും നമ്മുടെ ആമയും ഒക്കെ അവിടെ എത്തിയിരുന്നു. അപ്പൊ അവര് വീണ്ടും 4 പേര് ഒന്നിച്ചു കൂടിയപ്പോഴാണ് നമ്മുടെ വേടൻ വരുന്നത്. വേടൻ വന്ന് നോക്കിയപ്പോ എന്താ കാണുന്നേ? വലയ്ക്കകത്ത് മാനില്ല അല്ലേ. അപ്പൊ വേടൻ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോ ആമേനെ കണ്ടു. അപ്പൊ വേടൻ വിചാരിച്ചു അന്ന് ഈ ആമേനെ ഇന്ന് പിടിക്കാന്ന് വിചാരിച്ചിട്ട് ആമേനെ പിടിക്കാൻ പോയപ്പോ ആമ പതുക്കെയല്ലേ പോവുള്ളൂ അല്ലേ. അപ്പം ബാക്കി ഫ്രണ്ട്സിന് മനസ്സിലായി ആമേനെ ഇന്ന് വേടൻ കൊണ്ടുപോകുന്നു. അപ്പോൾ മാൻ പറഞ്ഞു, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ജസ്റ്റ് വേടൻ്റെ മുൻപിൽ കൂടി ഒന്ന് ഓടാം, അപ്പോൾ വേടൻ എന്നെ പിടിക്കാൻ വരും, ആ സമയത്ത് ആമ ഒളിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മാൻ വീണ്ടും വേടൻ്റെ മുൻപിലൂടെ പതുക്കെ ഒന്ന് ഓടാൻ തുടങ്ങി. അപ്പം മാനിനെ കണ്ട വേടൻ വേഗം ആമേനെ വിട്ടിട്ട് മാനിനെ പിടിക്കാൻ പുറകെ ഓടി. മാൻ പക്ഷെ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ആമ വേഗം ഓടി ഒളിക്കുകയും ചെയ്തു. അപ്പം എന്താ, അവർ നല്ല ബുദ്ധിയുള്ള നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർക്ക് ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. അവരെല്ലാവരും രക്ഷപ്പെട്ടു വീണ്ടും പഴയതുപോലെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ആ സമയത്ത് അവർ 3 പേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവർ പരസ്പരം സഹായിക്കാൻ സന്നദ്ധരായിരുന്നു അല്ലേ. അവര് ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിലോ ആരും രക്ഷപ്പെടില്ലായിരുന്നു അല്ലേ. മാനിനെ വേടൻ കൊണ്ടുപോയേനെ. അത് കഴിഞ്ഞ് ഓരോ ദിവസം വന്ന് ഇവരെ ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് പോയേനെ. അപ്പോൾ അവര് പരസ്പരം ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ വേണം? നമ്മളെല്ലാരും ഹെൽപ്പ് ചെയ്യണ്ടേ? ചെയ്യണോ? നമ്മൾ വീട്ടിലായിരിക്കുമ്പോ അച്ഛനെയും അമ്മേനെയും എല്ലാം സഹായിക്കണ്ടേ? യെസ്, നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുട്ടികളായിരിക്കണം അല്ലേ അൻവിക കുട്ടി? ഓക്കെ, ഇനി ആരാ? റിയാൻ സ്റ്റോറി പറയുന്നുണ്ടോ? റിയാൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞേ റിയാനെ. ഇവരെല്ലാം എന്തൊക്കെ നേരമായിട്ട് കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. അൺമ്യൂട്ട് ചെയ്യും മോനെ, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞേ.
ചായ കുടിച്ചോ റിയാന്? റിയാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത മോനെ. എന്താ പറ്റി ഇങ്ങനെ ഇരിക്കുന്ന? ഉറങ്ങി എണീറ്റതാണോ റിയാന്? ആ അത് കാണുമ്പോ അറിയുന്നുണ്ട്. നല്ല ഉറക്കത്തിന് എണീറ്റ് വന്നൂല്ലേ? ചായ കുടിച്ചോ? ചായ കുടിച്ചില്ല അല്ലേ? ചായ കുടിക്കാത്തതിന്റെ ക്ഷീണമുണ്ട്. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോ അമ്മ ചായയൊന്നും തന്നില്ല? ഓക്കെ. റിയാൻ ഇപ്പോഴും ഉറക്കത്തിന്റെ മൂഡിലാണ് ഉള്ളത്. ഓക്കെ. അറ്റൻഡൻസ് വിളിച്ചോട്ടെ. എത്ര പേരാ ഉള്ളത്? 4 പേരല്ലേ ഉള്ളൂ എന്നല്ലേ? ഇഷാനി, അൻവിത, ലുബാബ, റിയാൻ. ഓക്കെ. ഇഷാനി കുട്ടി എന്ത് പറയുന്നു? ഇനി എന്റെ സ്റ്റോറി പറയാൻ കളക്ഷൻസ് വല്ലതും ബാക്കിയുണ്ടോ? സ്റ്റോറി ക്ലാസ് 4 മണിക്കാ. ഡിസംബർ വരെ കേട്ടോ. പുതിയ ടൈം ടേബിൾ കിട്ടുന്നിടം വരെ 4 മണിക്കാണ്. ഇനി ആരാ സ്റ്റോറി പറയാനുള്ളേ? ആർക്കേലും സ്റ്റോറി പറയാൻ തോന്നുന്നുണ്ടോ? ആരിക്കാ? ഇഷാനിക്കാ ആണോ? ഇഷാനിക്കുട്ടി ആരാ മോനെ? റിയാനാ? മോൻ പറഞ്ഞോ. പറഞ്ഞോ മോനെ. പറയുന്നില്ല. ഇഷാനി ഉറങ്ങിപ്പോയോ? ആരാ? അൻവിത കുട്ടിയാണോ ആദ്യം സ്റ്റോറി പറയാൻ പോകുന്നേ? ഞാൻ പറയാം. എന്നാ പറഞ്ഞോ. ഇതെന്തിനാ അൻവിത കുട്ടി ഇടയ്ക്ക് വീഡിയോ ഓഫ് പോകണം എല്ലാം ചെയ്തോണ്ടിരിക്കുന്നേ? പണ്ട് ഒരു ഉണ്ടനും ഉണ്ടത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടത്തിക്ക് നെയ്യപ്പം തിന്നാൻ ആഗ്രഹം. എന്നിട്ട് കാട്ടിൽ പോയിട്ട് വിറകിറക്കിയിട്ട് വരുമ്പോഴേക്കും ഒരു വലിയ പുലി. അപ്പോഴേക്ക് അവരോടാൻ തുടങ്ങി. എന്നിട്ട് പുലി സംസാരിച്ചു, ഞാൻ ഒന്നും ചെയ്യില്ലാന്ന്. എന്നിട്ട് പുലി പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ എനിക്ക് 4 ഉണ്ണിയപ്പം തരുന്നെന്ന്. അപ്പം അവർ സമ്മതിച്ചു. അപ്പൊ പുലി സഹായിച്ചു അവരെ. പിറ്റേ ദിവസം അവര് ഉണ്ടനും ഉണ്ടത്തിന്റെയും അല്ല, അപ്പൊ ഓരോ ദിവസം നെയ്യപ്പം ആക്കി. അപ്പൊ പിന്നെ അവര്
തിന്നു. പിന്നെ 2 ഉണ്ടായിരുന്നു. എനിക്ക് ഉണ്ടനൊന്ന് എടുക്കുമ്പോ ഉണ്ടത്തി എടുത്ത്. പിന്നെ പിന്നെ പുലി വരുന്നുണ്ടായിരുന്നു രാത്രി. അപ്പൊ രാത്രി വരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പുലി രാത്രി വരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഉണ്ടത്തി നോക്കുന്നുണ്ടായിരുന്നു. ഒളിച്ചിരുന്നു. എനിക്ക് അവര് ഒരു ബുദ്ധി വെച്ചു. ആ കിണറില് കുറച്ച് എണ്ണ തേച്ചു. അപ്പം പുലി അതിന് ഭയങ്കര ദാഹം. അപ്പം കിണറ്റ് നോക്കുമ്പോ വെറുതെ കിണറ്റിന്റെ ഉള്ളില് വീണു. അപ്പൊ ഉണ്ടനും അത് നോക്കാൻ പോയി സന്തോഷത്തോടെ. അപ്പം അവര് എത്തിയോക്കുമ്പോക്ക് അവരും തെന്നി വീണ്. ഞാൻ കൂച്ച കുഴിയില് താൻ തന്നെ വീണു. ഗുഡ്. നല്ല സ്റ്റോറിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സ്റ്റോറി. ബൈ.